ഉപാധികൾ വേണമെന്ന് പറയും. 3 കാരണങ്ങളെ കൊണ്ട് സൃഷ്ടി ഉണ്ടാവുന്നു. 3 ശക്തികൾ. അതൊന്ന് ജ്ഞാനശക്തി, പിന്നെ ദ്രവ്യശക്തി, 3 ക്രിയാശക്തി. 3 ശക്തികളാണെന്നുള്ളത്. അതുപോലെ ബ്രഹ്മാവിന് ജ്ഞാനശക്തിയാണ് ആദ്യം കൊടുത്തത്. ഈ ജ്ഞാനശക്തിയാണ് ചതുശ്ലോകി വിഭാഗം. 4 ശ്ലോകത്തിൽ ആദ്യം ബ്രഹ്മാവിന് കൊടുത്തത് ജ്ഞാനശക്തിയാണ്. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് ഈ ജ്ഞാനശക്തിയെ മനനം ചെയ്തു. സൃഷ്ടി നടന്നില്ല. ഒരു 50 വർഷം ബ്രഹ്മാവിൻ്റെ 50ാമത്തെ വയസ്സ് വരെ ഈ ജ്ഞാനശക്തി മനനം ചെയ്യാം. 50ാമത്തെ വയസ്സ് കഴിഞ്ഞ ദിവസമാണ് പാൽമകൽപ്പം എന്ന് പറയാം. ബ്രഹ്മാവിൻ്റെ ദിവസങ്ങൾക്ക് കൽപ്പം എന്നാണ് പറയുക. ഈ കൽപ്പത്തിനൊക്കെ പേരുണ്ട്. എല്ലാ കൽപ്പങ്ങളും പേരുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നത് പ്രധാനമായിട്ട് 3 കൽപ്പങ്ങൾ എന്നാണ് അറിയുന്നത്. പുരാണങ്ങളിലൊക്കെ 3 കൽപ്പങ്ങളിലെ കഥയുള്ളൂ. ഒന്ന് ബ്രാഹ്മകൽപ്പം, 2 പാൽമകൽപ്പം, 3ാമത് വരാഹകൽപ്പം. 3 കൽപ്പമാണ്. പാൽമകൽപ്പം എന്ന് പറഞ്ഞാൽ ആദ്യത്തേതാണ് ബ്രാഹ്മകൽപ്പം. ബ്രാഹ്മകൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ഉണ്ടായ ദിവസം ബ്രാഹ്മകൽപ്പം. ഇന്നലെ പറഞ്ഞില്ലേ, സത്യലോകത്ത് വിരാട് പുരുഷൻ്റെ മൂർധാവാണ് സത്യലോകം. ആ സത്യലോകത്ത് ബ്രഹ്മാവ് ഉണ്ടായെന്ന് പറയും. ബ്രഹ്മാവ് ഉണ്ടായ ആ ദിവസത്തിനാണ് ബ്രാഹ്മകൽപ്പം എന്ന് പറയുന്നത്. പിന്നെ ബ്രഹ്മാവിന് 50 വയസ്സ് കഴിഞ്ഞ ആ ദിവസമാണ് പാൽമകൽപ്പം. അതാണ് താമരപ്പൂരിൽ ബ്രഹ്മാവ് ഉണ്ടായത്. 51ാമത്തെ വയസ്സിലെ ആദ്യത്തെ ദിവസമാണ് വരാഹകൽപ്പം. ഇപ്പം നമ്മൾ വരാഹകൽപ്പം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോഴത്തെ ബ്രഹ്മാവിന് 51ാമത്തെ വയസ്സാണ്. ഇപ്പോൾ 51ാമത്തെ വയസ്സിലെ ആദ്യത്തെ ദിവസമാണ്. 51ാമത്തെ വയസ്സായിട്ടില്ല, 51ാമത്തെ വയസ്സ് തുടങ്ങി അതിൽ ആദ്യത്തെ ദിവസമാണ്. അങ്ങനെ 3 കൽപ്പങ്ങളിലെ കഥകളാണ് പുരാണങ്ങളൊക്കെ കാണാം. 3 കൽപ്പങ്ങളിലെ കഥ ഉണ്ടാവുള്ളൂ. അല്ല, ബ്രാഹ്മകൽപ്പത്തിൽ ആണ് ബ്രഹ്മാവ് ഉണ്ടായത്. അവിടെയാണ് ബ്രഹ്മാവിന് ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചത്. പിന്നെ അങ്ങനെ 50 വർഷം ബ്രഹ്മാവ് തപസ്സിൽ കഴിഞ്ഞു. പിന്നീട് ഭഗവാന്റെ നാഭിയിൽ താമരപ്പൂ ഉണ്ടായി. ആ താമരപ്പൂരിൽ ബ്രഹ്മാവ് ഉണ്ടായി എന്നാണ് കഥ. അതുകൊണ്ടാണ് ബ്രഹ്മാവിന് പത്മസംഭവം എന്നൊക്കെ പറയും, കമലോത്ഭവം എന്നൊക്കെ പറയും. താമരയിലുണ്ടായ ആളാണ്. എന്താ ഈ കഥയുടെ അർത്ഥം? അതാണ്. ഈ കഥ മാത്രം കേട്ടാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഒരാളുടെ നാഭിയിൽ താമരപ്പൂക്കെ ഉണ്ടാവുക, പൊക്കളിൽ നിന്ന് താമരപ്പൂ ഉണ്ടാവുക, യുക്തിക്ക് തിരക്കില്ലല്ലോ. അർത്ഥമൊന്നുമല്ല. ഈ തത്വങ്ങളെല്ലാം ചേർന്ന് അതിന് 3 ഗുണങ്ങളും ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയ്ക്കാണ് പ്രളയം എന്ന് പറയുന്നത്. പ്രകർഷണം ലയിക്കുന്ന പ്രളയം. അതാണ് ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണ്ണ ശുഭാംഗം. എല്ലാം ഭഗവാനിൽ ലയിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ് പ്രളയം. ഇതാണ് ശ്രീപത്മനാഭൻ പാലാഴിയിൽ പള്ളി കൊള്ളുന്നു എന്നൊക്കെ പറയുന്നത്. അർത്ഥം അതാണ്. ഇപ്പം 3 ഗുണങ്ങളും ലയിച്ചിരിക്കുന്ന അവസ്ഥയ്ക്കാണ് പ്രളയം എന്ന് പറയുന്നത്. പ്രകർഷണം ലയിക്കുന്നതാണ് പ്രളയം. പ്രളയം എന്നാണ് ശരിക്കും പദം. പക്ഷെ നമ്മൾ പറയുന്നത് പ്രളയമേ പറയുള്ളൂ. മലയാളത്തിൽ അങ്ങനെ പറയാം. സംസ്കൃതത്തിൽ ലാന്നുള്ള അക്ഷരമില്ലല്ലോ, അല്ലേ? ലാന്ന് ലിപി ഉണ്ടായിരുന്നു, അത് പിന്നീട് ലോപിച്ചു പോയതാണ്. ലിപി ഉണ്ടായിരുന്നു, ലാന്ന് ലിപി ഉണ്ടായിരുന്നു. അപ്പം പ്രളയം എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലും ശരിക്കും ആ പദം പ്രലയമാണ്. പ്രകർഷണം ലയിക്കുന്നതാണ്. ലളയോരഭേദ എന്നൊരു നിയമമുണ്ട്. ലളയോരഭേദ. ലാന്ന് എഴുതിയിട്ട് ലാന്ന് വായിക്കാം, ലാന്ന് എഴുതിയിട്ട് ലാ എന്നും വായിക്കാം. ലളിത എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ലളിത എന്നല്ല എഴുതാം. വായിക്കുമ്പോൾ ലളിതാന്ന് വായിക്കില്ലേ? ലളയോരഭേദാന്ന് നിയമമുണ്ട്. അത് മലയാളത്തിലേ പറ്റുള്ളൂ, സംസ്കൃതത്തിലത് പറ്റില്ല. സംസ്കൃതത്തിൽ ഒറ്റ പതേ ഉള്ളൂ. മലയാളത്തിൽ ലാക്ക് വരും. ലാ ഉപയോഗിച്ചാൽ അപകടമാവുകയും ചെയ്യും ചിലപ്പോൾ, അല്ലേ? ഇപ്പോൾ എന്താ, താലി മേടിക്കാൻ ഒരാൾ താലി മേടിച്ചു തന്നാലോ? ലളയോരഭേദ അത് പറ്റില്ല. ഏതായാലും പ്രളയമാണ്. അപ്പം 3 ഗുണങ്ങളും ഭഗവാനിൽ ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയ്ക്കാണ് പ്രളയം എന്ന് പറയുക. എന്നാൽ ഗുണങ്ങൾക്കൊരു ക്ഷോഭം ഉണ്ടാവും. ഗുണക്ഷോഭം. ഗുണങ്ങളിലെ ഈ സമാവസ്ഥയ്ക്ക് കോട്ടം വരിക. ഗുണങ്ങൾ സമമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് പ്രളയം. ഈ ഗുണങ്ങൾക്ക് ക്ഷോഭം ഉണ്ടാവും. ഇതിനാണ് മൂലപ്രകൃതി എന്ന് പറയും. മൂലപ്രകൃതി. ദേവി ഭാഗത്തിലേക്ക് മൂലപ്രകൃതിക്കാണ് പ്രാധാന്യം, അല്ലേ? അത് മൂലപ്രകൃതിക്കാണ് പ്രാധാന്യം. ഈ ഗുണങ്ങൾക്ക് ക്ഷോഭം ഉണ്ടാകുന്ന അവസ്ഥയാണ് മൂലപ്രകൃതി. ആ ഗുണങ്ങൾ പുറത്തേക്ക് പ്രകാശിക്കുന്ന അവസ്ഥയാണ് മഹത്തത്വം. അതാണ് ഭഗവാന്റെ ഉള്ളിൽ നിന്ന് ഈ താമര കൊണ്ട് പുറത്തുണ്ടായി എന്ന് പറഞ്ഞാൽ മഹത്തത്വമാണ് ഈ താമര. മഹത്തത്വം. ഈ മഹത്തത്വം പിന്നെ 3 അഹങ്കാരങ്ങളായിട്ട് വരികയാണ്. സാത്വിക അഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. അഹങ്കാരങ്ങളാവും. അതിൽ സാത്വിക അഹങ്കാരത്തിന് ദേവന്മാരുണ്ടാവും. ദേവന്മാർ മനസ്സും സാത്വിക അഹങ്കാരത്തിൽ നിന്നുണ്ടാവുക. രാജസാഹങ്കാരത്തിൽ നിന്നാണ് ഇന്ദ്രിയങ്ങളുണ്ടാവുക, സെൻസ് ഓർഗൻസ്. രാജസാഹങ്കാരമാണ്. താമസാഹങ്കാരത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളുണ്ടാവുക. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭൂതം എന്ന് കേട്ടാൽ അവിടെ നമുക്ക് വേറെ ഭൂതത്തിന് ഓർമ്മ, അല്ലേ? ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചതെന്ന് അർത്ഥമുള്ളൂ, ഉണ്ടായത്.
ആദ്യം ഉണ്ടായത് ആകാശമാണ്. ആകാശം, വായു, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. അഞ്ച് ഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയാം. എന്താ അതിൻ്റെ അർത്ഥം? ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളത്തിൽ ആകാശം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നോക്കി കാണുന്ന ആകാശം, അതല്ല. ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് എന്നർത്ഥം. സ്പേസാണ് ആകാശം. ആകാശം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വസ്തുവിന് നിൽക്കണമെങ്കിൽ സ്ഥലം വേണ്ടേ? അല്ലേ? അപ്പോൾ ആദ്യം സ്പേസ് ഉണ്ടാവണം. സ്പേസ് ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഒരു കസേര ഇവിടെ ഇടണമെങ്കിൽ ആ കസേര ഇടുന്ന സ്പേസ് വേണ്ടേ ആദ്യം? അല്ലേ? ആ സ്പേസാണ് ആകാശം. ആകാശം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടോ ആകാശത്തിന് ഒരു ഗുണമേ ഉള്ളൂ. ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം. ആകാശം സ്പേസ് ഇല്ലെങ്കിൽ ശബ്ദം സഞ്ചരിക്കില്ല. ആകാശത്തിന് ഒരു ഗുണം ശബ്ദമാണ്. ഈ ശബ്ദം ഉണ്ടെന്ന് നമ്മളെങ്ങനെ അറിയാം? നമുക്കൊരു സെൻസോർഗൻ വേണം, ചെവി. അല്ലേ? ചെവി എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന ചെവിയല്ല, കേൾവി ശക്തി വേണം. ചെവി ഉണ്ടായിട്ടും കേൾക്കാത്ത ആളുകളില്ലേ? അല്ല, കേൾവി ശക്തി വേണം. അപ്പോൾ ആകാശത്തിനുള്ള ശബ്ദം. ശബ്ദം തന്നെ രണ്ട് വിധമുണ്ട്. കേൾക്കാവുന്ന ശബ്ദവും കേൾക്കാൻ പറ്റാത്ത ശബ്ദമുണ്ട്. അല്ലേ? ചില ശബ്ദം കേൾക്കാൻ ചെയ്താൽ കേൾക്കില്ല. നമുക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദമൊക്കെ ചില ജീവികൾക്ക് കേൾക്കാം. ഇപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള ശബ്ദമുണ്ട്, സ്ഥൂലമായിട്ടുള്ള ശബ്ദമുണ്ട്. അപ്പോൾ ആകാശം, ശബ്ദം, സ്ഥൂല, സൂക്ഷ്മം. ഇനി ശബ്ദം അറിയാൻ നമുക്കൊരു ഇന്ദ്രിയം, സെൻസോറിയൽ, 4. ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ശക്തിയും വേണം. ഇതിനെല്ലാം പ്രവർത്തന ശക്തി കൊടുക്കാൻ ശക്തി തന്നെ വേണം. അപ്പോൾ ഇങ്ങനെ 5 ഘടകം ചേർക്കുമ്പോഴേ ഇതുണ്ടാവുള്ളൂ. ഇതിനാണ് പ്രപഞ്ചം എന്ന് പറയാൻ കാരണം അതാണ്. 5 വിഷയങ്ങൾ ചേർന്നാണ് ഇതൊക്കെ. അപ്പോൾ ആദ്യം ആകാശം ഉണ്ടാവും. ആകാശത്തിനൊരു ഗുണമുള്ള ശബ്ദം എന്നൊരു ഗുണം മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് വായു ഉണ്ടാവും. വായുവിന് 2 ഗുണമുണ്ട്. എന്താ? ശബ്ദമുണ്ട്. കാറ്റടിച്ചാൽ നമുക്ക് കേൾക്കാം. അതിന് സ്പർശമുണ്ട്. അല്ലേ? കാറ്റ് ശരീരത്തിൽ തൊട്ടാൽ നമ്മൾ അറിയും. ശബ്ദം തൊട്ടറിയോ? ശബ്ദം തൊട്ടറിയില്ല. ശബ്ദത്തിന് സ്പർശം എന്നുള്ള ഗുണമില്ലേ? ശബ്ദത്തിന്, ആകാശത്തിന്, ശബ്ദത്തിന് കേൾക്കുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ആകാശം മാത്രമേ ഉള്ളൂ. അപ്പോൾ വായുവിന് 2 ഗുണമുണ്ട്. ശബ്ദവും സ്പർശമുണ്ട്. ശബ്ദസ്പർശം ചേർന്നാണ് വായു. പിന്നെ അതിൽ നിന്ന് അഗ്നി ഉണ്ടായി. അഗ്നിക്ക് എന്തൊക്കെയുണ്ട്? ശബ്ദമുണ്ട്. തീ കത്തുമ്പോൾ ശബ്ദം കേൾക്കാം. ഈ ശബ്ദം കത്തുമ്പോൾ ശബ്ദം കേൾക്കില്ലേ? അല്ലേ? പിന്നെ അതിന് സ്പർശമുണ്ട്. തൊട്ടാ വേഗം അറിയും. രൂപമുണ്ട്. അഗ്നിക്ക് രൂപമുണ്ട്. കാറ്റിന് രൂപമുണ്ടോ? ശബ്ദത്തിന് രൂപമുണ്ടോ? അപ്പോൾ രൂപം എന്നുള്ള ഗുണം, ഫോം, രൂപം എന്നുള്ള ഗുണം അഗ്നിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അഗ്നിക്ക് 3 ഗുണമുണ്ട്: ശബ്ദം, സ്പർശം, രൂപം. ഇല്ലേ? അതിൽ പറഞ്ഞാൽ 5 നിർത്തുക. പിന്നെ 4-മതായിട്ട് ജലം ഉണ്ടായി. ജലത്തിന് ശബ്ദമുണ്ട്. വെള്ളം ഒഴുകുമ്പോൾ ശബ്ദം കേൾക്കാം. തൊട്ടാൽ അറിയും. സ്പർശമുണ്ട്. രൂപമുണ്ട്. എവിടെ ഇരിക്കുന്ന അതാണ് രൂപം. പിന്നെ ജലത്തിന് മാത്രമേ ഗുണമുണ്ട്. അതെന്താണ് അറിയുന്നത്? ജലത്തിന് മാത്രമേ ഗുണം. രസം, സ്വാദുണ്ടെങ്കിൽ ജലം വേണം. നാക്കിങ്ങനെ വരണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നാക്കിലിട്ടാൽ നമുക്ക് സ്വാദറിയും. ജലാംശം എന്തെങ്കിലും അറിയുള്ളൂ. ജലത്തിന് ഒരു സ്വാദുണ്ട്. വെള്ളത്തിന് സ്വാദുണ്ട്. പച്ചവെള്ളത്തിന് സ്വാദുണ്ട്. പച്ചവെള്ളത്തിന് സ്വാദുണ്ട? അറിയോ? പച്ചവെള്ളത്തിൻ്റെ സ്വാദാണ് മധുരം. മധുരാദി സ്ഥേന രസം. മധുരമാണ് വെള്ളത്തിൻ്റെ ഗുണം. ഇത് അറിയണമെങ്കിൽ നെല്ലിക്ക എന്നിട്ട് വെള്ളം കുടിച്ച് നോക്കണം. വളരെ സാധ്യത. അപ്പോൾ ജലത്തിന് 4 ഗുണമുണ്ട്: ശബ്ദം, സ്പർശം, രൂപം, രസം. രസം അറിയാനുള്ള ഇന്ദ്രിയമാണ് രസന. അല്ലേ? രസം അറിയാൻ ഇന്ദ്രിയം രസനയാണ്. ശബ്ദം അറിയാൻ ശബ്ദം അറിയാൻ ചെവി, സ്പർശം അറിയാൻ തൊലി, അതുപോലെ രൂപം അറിയാൻ കണ്ണ്, രസം അറിയാൻ നാക്ക്. 5-മതായിട്ട് ഭൂമി ഉണ്ടായി. ഭൂമിക്ക് ആദ്യം പറഞ്ഞ 4 ഗുണം കൂടാതെ ഭൂമിക്ക് മാത്രമൊരു ഗുണമുണ്ട്. ആണ് ഗന്ധം. ശബ്ദം, സ്പർശം, രൂപം, രസം. ഈ 4ഉണ്ട്. അതുകൂടാതെ ഗന്ധം എന്നൊരു ഗുണം ഭൂമിക്കുണ്ട്. സ്മെല്ല്. ഏത് വസ്തുവിനും ഗന്ധം ഉണ്ടാവുന്നത് ഭൂമിയെ സ്പർശിക്കുമ്പോഴേ ഉള്ളൂ. വെള്ളത്തിന് സ്വതവേ ഗന്ധമില്ല. ഭൂമിയിൽ വരുമ്പോഴാണെങ്കിൽ ഗന്ധം ഉണ്ടാവും. അല്ലേ? കാറ്റിന് ഗന്ധം ഉണ്ടാവും. ശരിക്കും സ്മെല്ലില്ല. ഏതെങ്കിലും ഒരു വസ്തുവായിട്ട് ബന്ധപ്പെടുമ്പോഴേ കാറ്റിന് സ്മെല്ലുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ അത് ഗന്ധം അറിയാൻ നമുക്കൊരു ഉപകരണം തന്നിട്ടുണ്ട്. എന്താ? നാസിക. അതുകൊണ്ടാണ് ഞാൻ താഴത്തേക്ക് വെച്ചത്. കാരണം ഭൂമിയിൽ നിന്നുള്ള ഗന്ധം വരിക. അത് മുകളിലേക്കാണെന്നുണ്ടോ? ഇങ്ങനെ 5 സാധനങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിന് പ്രപഞ്ചം എന്ന് പറയാൻ കാരണം 5 സാധനം ചേർന്നാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. 5 ചേർന്നാണ് പ്രപഞ്ചം.
ആ 5 സാധനങ്ങളെ അറിയാൻ നമുക്ക് 5 സെൻസ് ഓർഗൻസും ഉണ്ട് അല്ലേ? ഇത് രണ്ടും ഉണ്ട്. പക്ഷേ ഇത് അറിയണമെങ്കിൽ എന്ത് വേണം? മനസ്സും കൂടി അവിടെ വേണ്ടേ അല്ലേ? കണ്ണുകൊണ്ട് കാണും, പക്ഷെ മനസ്സവിടെ ഇല്ലെങ്കിലോ? കണ്ണ് കാണുന്നുണ്ടാവും, പക്ഷെ മനസ്സവിടെ ഇല്ലെങ്കിലോ? മനസ്സവിടെ ഇല്ലെങ്കിൽ എന്ത് പറയും? മനസ്സിലായില്ല. മനസ്സിലാണെങ്കിൽ മനസ്സും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം 5 പഞ്ചഭൂതങ്ങൾ 5 പഞ്ചഭൂതങ്ങളെ അറിയാൻ നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ. ഈ 5 ഇന്ദ്രിയങ്ങളും കൊണ്ടുവരുന്ന അറിവിനെ സ്വീകരിക്കാൻ മനസ്സ്. ഇത് 3 ചേരുമ്പോഴേ നമുക്ക് അനുഭവങ്ങളുള്ളൂ. അതേസോ ഞാൻ കഥ എല്ലാവരും നമുക്ക് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഈ 3 ഘടകം ചേരുമ്പോഴേ നമുക്ക് അനുഭവങ്ങളുള്ളൂ. കണ്ണുണ്ട്, മനസ്സോടെ ഉണ്ട്. കാണാനൊരു വസ്തു ഇല്ലെങ്കിലോ അനുഭവം ഉണ്ടാവുക അല്ലേ? ചെവിയുണ്ട്, മനസ്സുമുണ്ട്. കേൾക്കാൻ ശബ്ദങ്ങളൊന്നും ഇല്ലെങ്കിലോ? ശബ്ദങ്ങളുണ്ട്, ചെവിയുണ്ട്, മനസ്സോടെ ഇല്ലെങ്കിലോ? ശബ്ദങ്ങളുണ്ട്, മനസ്സുമുണ്ട്, ചെവിയില്ലെങ്കിലോ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ 5 വിഷയങ്ങൾ അറിയാൻ 5 ഓർഗൻസ്, 5 ഓർഗൻസ് കൊണ്ടുവരുന്ന അറിവിനെ സ്വീകരിക്കാൻ ഒരു മനസ്സ്. ഇത് 3 ചേർന്നാണ് ഈ ലോകം. ഇതിനാണ് ലോകം എന്ന് പറയുന്നത്. ലോകം എന്ന് പറഞ്ഞ സ്ഥലമല്ല. അതൊരു അനുഭവത്തിൻ്റെ മണ്ഡലമാണ് ലോകം. ഈ എക്സ്പീരിയൻസ് ആണ് ലോകം. ഇത് എങ്ങനെയുണ്ടായി? ആത്മകല്പത്തിലാണ് ഇതൊക്കെ ഉണ്ടായത്. അതായത് ബ്രഹ്മാവ് താമരപ്പൂർ കണ്ണു തുറന്നു. ബ്രഹ്മാവ് 4 ഭാഗം നോക്കിയപ്പോൾ ബ്രഹ്മാവിന് 4 മുഖം ഉണ്ടായി എന്നാണ് കാരണം. എന്നാണ് 4 മുഖനായത് ബ്രഹ്മാവ്. അതിൻ്റെ അർത്ഥം എന്താ? ഓരോരുത്തേക്ക് നോക്കുമ്പോൾ ഓരോ മുഖം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ? 4 മുഖം എന്ന് പറഞ്ഞ അർത്ഥം 4 വേദങ്ങളെക്കുറിച്ചുള്ള അറിവ്. ബ്രഹ്മാവിന് വേദഗർഭങ്ങൾ പേരുണ്ട്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ കിടന്ന ആ വേദജ്ഞാനം പുറത്തേക്ക് വന്നൊരു അർത്ഥം. വേറെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ 4 ഭാഗം ഉണ്ടായിരുന്നത്. അതാവുമ്പോൾ ഇതൊക്കെ സയൻസാണ്. നമ്മൾ കഥയായിട്ട് പറയണമെങ്കിലും ഈ സയൻസാണ്. ഇത് അറിയില്ല, ആളിങ്ങനെ കഥ പറഞ്ഞു പോകും. ബ്രഹ്മാവിന് 4 മുഖമുണ്ട്. 4 മുഖം വന്നാൽ വലിയ ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ അർത്ഥം അറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇന്നത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കഥയൊക്കെ എല്ലാവരും പറയും അല്ലേ? അതിങ്ങനെ കുറേ മസാലയൊക്കെ ചേർത്ത് കഥ ഇങ്ങനെ രസിപ്പിച്ച് പറയും. എന്താ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതന്നെ. ബ്രഹ്മാവിന് 4 മുഖം ഉണ്ടെന്നൊക്കെ ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ അവർ പറയില്ല ഇതൊക്കെ അന്ധവിശ്വാസം അല്ലേ? ഇന്നത്തെ കുട്ടികൾ പഴയ പോലെ ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളല്ലേ? അവർ കമ്പ്യൂട്ടറും ഗൂഗിളൊക്കെ നോക്കുന്ന കുട്ടികളാണ്. അവരോട് ബ്രഹ്മാവിന് 4 മുഖം എന്ന് പറഞ്ഞാൽ വേറെ മണ്ടത്തരം വരാൻ. ഇതാണ് എൻ്റെ അർത്ഥം. മനസ്സ്, ബുദ്ധി, ചിത്തം, ഈ 4 ഘടകമുണ്ട്. നമ്മൾ മനസ്സെന്നൊരു വാക്ക് പറഞ്ഞാലും 4 ഘടകം ചേർന്നാണ് മനസ്സ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ആചാര്യസ്വാമിയുടെ നിർവാണക്ഷേത്രത്തിൽ മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. എന്താണ് എന്ന് പറയാം? അതായത് ബ്രഹ്മാവ് താൻ ഇരിക്കുന്ന താമരപ്പൂവാണ് അതിൻ്റെ സൃഷ്ടിക്കുള്ള സാമഗ്രി ആയത്. ഇപ്പോൾ ദ്രവ്യശക്തി അതാണ്. ബ്രഹ്മാവ് ഇരുന്ന താമരപ്പൂവിൽ തന്നെയാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയതെന്ന് അർത്ഥം. അപ്പോൾ 3 ശക്തിയായി. ബ്രഹ്മാവിന് ജ്ഞാനശക്തി കിട്ടി, ബ്രഹ്മാവിന് ദ്രവ്യശക്തി കിട്ടി, ബ്രഹ്മാവിന് കർമ്മം ചെയ്യാനുള്ള സാമർഥ്യം കിട്ടി, കർമ്മശക്തിയും കിട്ടി. അല്ലെങ്കിൽ ജ്ഞാനശക്തി, ദ്രവ്യശക്തി, ക്രിയാശക്തി. ഈ 3 ശക്തികളെ കൊണ്ടാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയതെന്ന് പറയുക. ആ കഥയാണെങ്കിൽ 2ാമത്തെ സ്കന്ധം മുഴുവൻ വിസ്തരിച്ച ആ കഥയാണ്. ഭാഗവതത്തിൽ മനസ്സിലാക്കാൻ ഏറ്റവും വിഷമമുള്ള സ്കന്ധം 2ാമത്തെ സ്കന്ധമാണ്. അത്രയൊക്കെ തത്വങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. സയൻസാണ്. 2ാമത്തെ സ്കന്ധം മുഴുവൻ സയൻറ്റിഫിക്കാണ്. അത് കുറച്ച് ശാസ്ത്രബോധമുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ. അതൊക്കെ കഥയായിട്ട് ഇങ്ങനെ പോകും. പറയാനും ബുദ്ധിമുട്ടാണ്. 2ാമത്തെ സ്കന്ധം പറഞ്ഞ് മനസ്സിലാക്കാനും വിഷമമാണ്. അങ്ങനെ വായിക്കാൻ മാത്രമല്ല പറയാനും പ്രശ്നമാണ്. കാരണം അത്രയും നമ്മൾ ആഴത്തിൽ പഠിച്ചാൽ അത് പറയാൻ പറ്റുള്ളൂ. അതിന് ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയ കഥയാണ് ഇപ്പോൾ 2ാമത്തെ സ്കന്ധത്തിൽ. അത് സൃഷ്ടി നടത്തിയപ്പോൾ എത്ര നോക്കിയിട്ട് സൃഷ്ടി വർദ്ധിക്കണില്ല. ബ്രഹ്മാവ് പരപ്രകാരം നോക്കുമ്പോൾ സൃഷ്ടി ഉണ്ടാവേണ്ട, ആ സൃഷ്ടിയിൽ നിന്ന് വേറെ സൃഷ്ടി ഉണ്ടാവണില്ല, റീപ്രൊഡക്ഷൻ ഉണ്ടാവണില്ല. പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ, റീപ്രൊഡക്ഷൻ ഇല്ല. ആലോചിച്ച് നോക്കാം, ബ്രഹ്മാവ് ഒരു തെങ്ങിനെ സൃഷ്ടിച്ചു. ആ തെങ്ങിൽ നിന്ന് വേറെ തെങ്ങുണ്ടായാലല്ലേ തെങ്ങിൻ്റെ വംശം ഉണ്ടാവുള്ളൂ അല്ലേ? ഒരു തെങ്ങ് പോയപ്പോഴേക്കും പിന്നെ ലോകത്ത് തെങ്ങ് ഇല്ലാതായാലോ? അപ്പം ആദ്യം നിന്ന് പ്രത്യുത്പാദനം ഉണ്ടാവണം. അപ്പോൾ ബ്രഹ്മാവ് ആലോചിച്ചപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾക്ക് പരസ്പര ആകർഷണമൊക്കെ ഇല്ല. പരസ്പരാകർഷണം വന്നാൽ അതിന് 3ാമത് സൃഷ്ടി ഉണ്ടാവുന്നു. അല്ലേ? എന്താ ഓപ്പോസിറ്റ് പോൾസ് അല്ലേ അട്രാക്ട് ചെയ്യും. സെയിം പോൾസ് ആണെങ്കിലോ റിപ്പൽ ചെയ്യും. ഇപ്പോൾ വിരുദ്ധമായ ശക്തികൾ വേണം, എന്നാലേ 3ാമത് സൃഷ്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ബ്രഹ്മാവ്
തൻ്റെ ശരീരത്തിൽ നിന്ന് രണ്ടാക്കി മാറ്റുന്നതാണ്. ബ്രഹ്മാവിൻ്റെ വലത് ഭാഗത്തു നിന്ന് ഒരു പുരുഷരൂപവും ഇടത് ഭാഗത്ത് നിന്ന് സ്ത്രീരൂപം ഉണ്ടായിരുന്നു. വലത് ഭാഗത്ത് നിന്ന് പുരുഷരൂപം, ഇടത് ഭാഗത്ത് നിന്ന് സ്ത്രീരൂപം. പുരുഷരൂപത്തിൻ്റെ പേരാണ് സ്വയംഭൂവന്, സ്ത്രീരൂപത്തിൻ്റെ പേരാണ് ശതരൂപ. എന്താ അതിൻ്റെ അർത്ഥം? സ്വയംഭൂ എന്ന് വെച്ചാൽ ജീവനാണ് സ്വയംഭൂവൻ. സ്വയംഭൂ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? സ്വയം ഉണ്ടായത്. ചില അമ്പലത്തിലൊക്കെ സ്വയംഭൂ എന്ന് പറയാറില്ലേ അല്ലേ? അത് സ്വയം ഉണ്ടായതാണ് അർത്ഥം. അപ്പോൾ ജീവൻ സ്വയം ഉണ്ടായതാണ്, അതാരും ഉണ്ടാക്കിയതല്ല. സൃഷ്ടിയിൽ ഒരു സ്ഥലത്തും ജീവനെ സൃഷ്ടിച്ചതായിട്ട് പറയില്ല. ജീവൻ സൃഷ്ടിക്കപ്പെട്ടതല്ല, അത് സ്വയം ഉണ്ടായതാണ്. എന്തുപോലെ വെച്ചാൽ എന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം ഉണ്ടാകുന്ന പോലെ. കണ്ണാടിയിലെ പ്രതിബിംബം ആരും ഉണ്ടാക്കിയതാണ്, സ്വയം ഉണ്ടായതാണ്. അപ്പോൾ ജീവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ ഒരു പ്രതിബിംബം മാത്രമാണ്, അപ്പോൾ സ്വയം ഉണ്ടായതാണ് അത്. ഇനി ശതരൂപ എന്ന് പറഞ്ഞാലോ? ശതം എന്ന് പറഞ്ഞാൽ ശതം നൂറ്, നൂറെന്നല്ല അനേകം എന്നർത്ഥമാണ്. അനേകം നാമരൂപങ്ങളോടുകൂടി പ്രകൃതിയാണ് ശതരൂപ. പ്രകൃതി പുരുഷനുള്ള രണ്ട് ഭാവം ഉണ്ടായിരുന്നു. പ്രകൃതി പുരുഷൻ, ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ശരീരം പ്രകൃതിയാണ്, ആ ശരീരത്തിലിരിക്കുന്ന ജീവൻ പുരുഷനാണ്. ഇത് രണ്ടും ചേർന്നാലേ പ്രവർത്തിക്കുള്ളൂ. സൗന്ദര്യലഹരിയിലെ ശിവശക്തിയായുക്ത എന്ന് പറയുന്നത്, ശിവനാണ് ജീവൻ, ശക്തിയാണ് പ്രകൃതി. ഇത് രണ്ടും ചേർന്നാലേ പ്രപഞ്ചമുള്ളൂ. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ വലത് ഭാഗത്തു നിന്നാണ് ജീവൻ അല്ലെങ്കിൽ സ്വയംഭവൻ ഉണ്ടായത്, ഇടത് ഭാഗത്തു നിന്നാണ് ശതരൂപം ഉണ്ടായതെന്നാണ്. അതുകൊണ്ടാണ് ഇന്നും ഈ സാമുദ്രിക ശാസ്ത്രത്തിലൊക്കെ പുരുഷന്മാരുടെ വലത് ഭാഗത്ത് പ്രാധാന്യം, സ്ത്രീകളുടെ ഇടത് ഭാഗത്ത് പ്രാധാന്യം പറയാറുണ്ട്. രുക്മിണീദേവി ബ്രാഹ്മണം വന്നപ്പോൾ രുക്മിണീദേവിയുടെ ഇടത്തെ കണ്ണും ഇടത്തെ കൈയൊക്കെ തുടിച്ചെന്നാണ് അല്ലേ? രുക്മിണി സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീക്ക് എന്നാണ്. പക്ഷെ അതേ സമയത്ത് ശിശുപാലനും ഇടത്തെ കണ്ണ് തുടിച്ചു. അപ്പോൾ ശിശുപാലന് മോശമായി. അപ്പോൾ